ദ ജേർണലിസ്റ്റിലേക്ക് ലോകം ആശങ്കയോടെ ഉറ്റുനോക്കിയിരുന്ന ഇറാൻ അമേരിക്ക ആണവ കരാറിന്മേലുള്ള പരോക്ഷ ചർച്ച ഇന്നലെ ജനീവയിൽ സമാപിച്ചിരിക്കുകയാണ്. ഈ ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ, അതായത് ഇറാൻ തങ്ങൾ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ യുദ്ധം ഉടൻ തുടങ്ങുമെന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വമ്പൻ പ്രഖ്യാപനം. ആദ്യത്തെ ചർച്ച നടന്ന സമയത്തും ട്രംപ് അതുതന്നെയാണ് പറഞ്ഞത്. രണ്ടാമത്തെ ചർച്ചയിലും ട്രംപ് ഏതാണ്ട് അതുതന്നെയാണ് പറഞ്ഞത്. ഈ ചർച്ചയിൽ ഇറാൻ അനുകൂല തീരുമാനം എടുത്തില്ലെങ്കിൽ B-2 ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഞങ്ങൾ തകർക്കുമെന്ന് ട്രംപ് അന്ന് വെല്ലുവിളിച്ചിരുന്നു. പക്ഷേ രണ്ടാമത്തെ ചർച്ച കഴിഞ്ഞ് മൂന്നാമത്തെ ചർച്ചയിലേക്ക് തീരുമാനം മാറ്റിയപ്പോഴും ട്രംപ് യുദ്ധം ചെയ്തില്ല. ഇത് തന്നെയാണ് മൂന്നാമത്തെ ചർച്ചയിലും സംഭവിച്ചത്. പക്ഷേ മൂന്നാമത്തെ ചർച്ചയായപ്പോഴേക്കും ട്രംപിനെ ചുരുട്ടിക്കൂട്ടി മൂലക്കിടാൻ ഇറാന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പുറത്തു വരുന്ന വിവരം. നമ്മുടെ വാർത്താ ചാനലുകളിൽ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും, ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചയിൽ പുരോഗതിയുണ്ടായി, ആ ചർച്ച ഇനിയും തുടരും, ഇനി അങ്ങോട്ട് അമേരിക്ക കടുത്ത ഉപാധികൾ മുന്നോട്ട് വെച്ചു, അത് ഇറാൻ അംഗീകരിക്കേണ്ടി വരും, ഇങ്ങനെയൊക്കെയാണ് പല വാർത്തകളും നിങ്ങൾ കാണുന്നത്. പക്ഷേ അതെല്ലാം അക്ഷരാർത്ഥത്തിൽ തെറ്റോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതോ ആയിട്ടുള്ള വാർത്തകളാണ്. കാരണം അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളുടെ ഫീഡുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ചർച്ചയിലുടനീളം ഇറാൻ്റെ സമഗ്രാധിപത്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ പരിശോധിക്കുക, അത് ഒന്ന് വിലയിരുത്തുക. അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഇറാൻ്റെ ഫോർമുലകൾ ഒന്നൊന്നായി അമേരിക്ക അംഗീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് എന്ന്. അതായത് ഇറാൻ അവരുടെ നിലപാടിൽ നിന്ന് 1% പോലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. അമേരിക്കയാകട്ടെ തങ്ങളുടെ കടുത്ത നിലപാടുകൾ ഈ ചർച്ചയിൽ ദുർബലപ്പെടുത്തുന്ന കാഴ്ചയാണ് കണ്ടത്. അമേരിക്കയും ഇറാനും ഒരു ടേബിളിന് അപ്പുറവും ഇപ്പുറവും ഇരുന്നിട്ട് ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയും അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ പ്രതിനിധിയും നേരിട്ടല്ല ചർച്ച നടത്തിയത്, ഒമാനാണ് മധ്യസ്ഥത വഹിച്ചിരുന്നത്. അപ്പോൾ ഇറാൻ്റെ ആവശ്യങ്ങൾ ഒമാനെ അറിയിക്കുന്നു, അമേരിക്കയുടെ ആവശ്യങ്ങൾ ഒമാനെ അറിയിക്കുന്നു. ഈ ആശയങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒമാൻ പങ്കുവയ്ക്കുന്നു. അതിനുശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. ഇതാണ് ആ രീതിയുടെ പരോക്ഷ ചർച്ച എന്ന് പറഞ്ഞാൽ അതിൻ്റെ രീതി അങ്ങനെയാണ്. പക്ഷേ ഇവിടെ ഇറാൻ ആദ്യം മുതൽ, അതായത് ഒന്നാമത്തെ ചർച്ച മുതൽ തന്നെ ഇങ്ങോട്ട് തീരുമാനിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്നു തന്നെയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് അതിനെ ഖണ്ഡിക്കാൻ അല്ലെങ്കിൽ അതിനപ്പുറം എന്തെങ്കിലും സംസാരിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായില്ല. കാരണം അമേരിക്ക പറയുന്നതൊന്നും തന്നെ ഇറാൻ ചെവിക്കൊള്ളുന്നില്ല. അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ എന്താണ്? ഇറാൻ പരിപൂർണമായി യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തണം, ആ സമ്പുഷ്ടീകരിച്ചിരിക്കുന്ന യുറേനിയം മുഴുവൻ പുറത്തേക്ക് നൽകണം, അതായത് അമേരിക്കയ്ക്ക് കൈമാറണം. അതിനുശേഷം ഇസ്രായേൽ പറഞ്ഞതുപോലെ ബാലിസ്റ്റിക് മിസൈലുകളുടെ നിർമ്മാണം പരിപൂർണമായി അവസാനിപ്പിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞങ്ങൾ ഉപരോധങ്ങൾ നീക്കാം എന്നാണ് ഇറാനോട് അമേരിക്ക തുടക്കം മുതലേ പറയുന്നത്. പക്ഷേ ഇറാൻ ഇപ്പോൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അമേരിക്കയുടെ അടിച്ചമർത്തലിന് ഞങ്ങൾ വഴിപ്പെടില്ല. അത് ആദ്യമേ പറഞ്ഞു. 2, ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾക്ക് നേരെ യുദ്ധം ചെയ്താൽ അതിശക്തമായി തിരിച്ചടിക്കാൻ ഞങ്ങൾ ഇപ്പോഴും സന്നദ്ധരാണ്. അത് പറഞ്ഞിട്ടാണ് ഇറാൻ ഈ ചർച്ചയിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ചർച്ചയിൽ ഇറാൻ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് യുറേനിയത്തിൻ്റെ സമ്പുഷ്ടീകരണം ഞങ്ങൾ അവസാനിപ്പിക്കില്ല. ഞങ്ങൾ 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം ഞങ്ങൾ ഇറാനിൽ തന്നെ സൂക്ഷിക്കും. അത് ഞങ്ങളുടെ ആണവ പരീക്ഷണങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും, ആണവോർജ്ജത്തിന് വേണ്ടി ഉപയോഗിക്കും. അത് തന്നെ വേണമെങ്കിൽ അല്പം ഡയല്യൂട്ട് ചെയ്ത്, അതായത് അതിൻ്റെ തീവ്രത കുറച്ച് വേണമെങ്കിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് അമേരിക്ക പുതിയ യുദ്ധവിമാനങ്ങൾ നൽകാൻ തയ്യാറാകണം. യുദ്ധവിമാനങ്ങൾ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞങ്ങളുമായി കരാറിൽ ഒപ്പിടണം. അതുപോലെ തന്നെ അമേരിക്കൻ കമ്പനികൾ ഇറാൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വിധത്തിൽ, ഉപരോധങ്ങൾ നീക്കുന്ന വിധത്തിൽ ഇറാനിലേക്ക് അമേരിക്കൻ കമ്പനികൾ വരികയും ആ കമ്പനികൾ എണ്ണ വ്യാപാരത്തിൽ പങ്കാളികളാവുകയും ചെയ്യണമെന്ന നിർണായകമായ 3 നിർദ്ദേശങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിനെ വിൻ വിൻ ഫോർമുല എന്നൊക്കെയാണ് വിളിക്കുന്നത് എങ്കിലും ഇത് ഏകപക്ഷീയമായ വിൻ ഫോർമുലയാണ് എന്ന് ഞാൻ പറയും. കാരണം ഇറാന് മാത്രം നേട്ടമുണ്ടാകുന്ന അല്ലെങ്കിൽ ഇറാന് മുന്നോട്ട് കുതിക്കാൻ ആവശ്യമായ പ്രതിരോധ രംഗത്തും വ്യാവസായിക രംഗത്തും അന്താരാഷ്ട്ര തലത്തിലുമൊക്കെ വലിയ കുതിപ്പിലേക്ക് പോകാൻ ഉതകുന്ന വിധത്തിലുള്ള ഒരു നിർണായകമായ രൂപരേഖയാണ്, പദ്ധതിയാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് അക്ഷരാർത്ഥത്തിൽ ഇറാനെ തീർക്കാൻ വന്നിട്ട് ഇറാനെ പരിപോഷിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് അമേരിക്ക എത്തിയിരിക്കുകയാണ്.
ഇറാനുമായി ഒരു കരാറിൽ ഒപ്പിടാതെ പിന്മാറിയാൽ അത് അമേരിക്കയ്ക്ക് ചരിത്രത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ നാണക്കേടായിരിക്കും എന്ന് മാത്രമല്ല ഇറാൻ്റെ ഭീഷണി അതുപോലെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. ഇറാൻ ആണവ ബോംബുകൾ നിർമ്മിച്ചു എന്നാണ് ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ ആണവ ബോംബുകൾ നിർമ്മിച്ച് ആണവായുധങ്ങൾ നിർമ്മിച്ച് ഒരു ആണവ ശക്തിയായി മാറുന്നു. അത് പാശ്ചാത്യ ശക്തികളെ എതിർക്കുന്ന വിധത്തിലുള്ള പശ്ചിമേഷ്യയിലെ ഒരു പവർ ഗ്രിഡായി മാറുന്നു. അല്ലെങ്കിൽ ഒരു പുതിയ ടീമായിട്ട് റഷ്യയും ചൈനയും ഇറാനും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ നെറ്റ്വർക്കായിട്ട് അമേരിക്കയ്ക്കെതിരെ ഈ സഖ്യം മാറുന്നു. ഒരു ശാക്തിക ചേരി ഉദയം ചെയ്യുന്നു. ഇറാൻ അതിനെ നയിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് ഭീതികൾ അമേരിക്കയ്ക്കുണ്ട്. ഇസ്രായേലാണെങ്കിൽ പേടിച്ച് നെട്ടോട്ടത്തിലാണ് കുറേ നാളുകളായിട്ട്. അവർ തന്നെയാണ് പറയുന്നത് ഇറാനിൽ ബാലിസ്റ്റിക് മിസൈലുകൾ കുന്നുകൂടുന്നു, അത് ഞങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. ഇറാൻ ആണവശക്തിയായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ നിലനിൽപ്പുണ്ടാകില്ല, അതുകൊണ്ട് ഇറാനെ ആക്രമിച്ച് തകർക്കണമെന്ന് തുടക്കം മുതലേ പറയുന്നത് ഇസ്രായേലാണ്. അപ്പോൾ ആ സാഹചര്യങ്ങൾ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ നോക്കുക, 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനിൽ നിർത്തുന്നു എന്ന് പറയുന്നത് അവരുടെ ഊർജ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ഇറാൻ പറയുമ്പോൾ പരിപൂർണമായി സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒഴിവാക്കണമെന്ന അമേരിക്കയുടെ ആവശ്യം അവിടെ നിരാകരിക്കപ്പെട്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, സാമ്പത്തികമായി തകർന്നിരിക്കുന്ന ഇറാന്റെ ഉപരോധങ്ങൾ മുഴുവൻ അമേരിക്ക നീക്കാൻ തയ്യാറാകണം. നിർണായകമായൊരു നിർദ്ദേശമാണ് ഇറാൻ മുന്നോട്ട് വെച്ചത്. എണ്ണ കമ്പനികളിൽ ഇവിടെ നിക്ഷേപം നടത്തണം, അതുപോലെ അമേരിക്കയിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ ഇറാന് വേണം എന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അത് നൽകാൻ അമേരിക്ക തയ്യാറാകേണ്ടി വരും. ഒരു കരാറിലേക്ക് ഒപ്പിടണമെങ്കിൽ, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെക്കുറിച്ച് പരിശോധന നടത്തണമെങ്കിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ ദൂരീകരിക്കപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് മുന്നിൽ ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ തുറന്നിടപ്പെടണമെങ്കിൽ ഈ പറയുന്ന അങ്ങനെ അങ്ങനെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആശങ്കകൾ പരിപൂർണമായി പരിഹരിക്കപ്പെടുന്നു എന്ന് അവർക്ക് ഉറപ്പാകണമെങ്കിൽ ഇറാൻ പറയുന്ന ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്തു തീർത്തേ പറ്റൂ. അതായത് ഇപ്പോൾ ജനീവയിൽ കഴിഞ്ഞ ഈ ചർച്ച എന്ന് പറയുന്നത് വളരെ വളരെ നിർണായകമാണ്. അബ്ബാസ് അരാങ്ചി എന്ന ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അതിൽ പങ്കെടുത്തു. വിയന്നയിലാണ് ഇനി അടുത്ത ചർച്ച നടക്കാൻ പോകുന്നത്. ആ ചർച്ചയിൽ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച നടക്കുക. അതായത് കരാറുകൾ എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ യുറേനിയം സമ്പുഷ്ടീകരണം എങ്ങനെയായിരിക്കണം, വ്യാപാര കരാറുകൾ എങ്ങനെയായിരിക്കണം, യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നത് ഏത് തരത്തിലായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുക എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. അതായത് ഇറാൻ പറയുന്ന കാര്യങ്ങൾ പ്രാഥമികമായി അംഗീകരിക്കാൻ അമേരിക്ക നിർബന്ധിതരായി എന്ന് തന്നെ വേണം കരുതാൻ. അതിൻ്റെ മറ്റൊരർത്ഥം എന്ന് പറയുന്നത് അമേരിക്കയെ ഇറാന് നേരെ യുദ്ധം ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് പൂട്ടിയിരിക്കുകയാണ് ഇറാൻ. ഇനി ഈ കരാറിൽ ഒപ്പുവെക്കാതെ അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ട്രംപിനെ സമ്മർദ്ദത്താൽ വേവിച്ചെടുത്തിരിക്കുകയാണ് ഇറാൻ എന്ന് ആലങ്കാരികമായി പറയാൻ സാധിക്കും. കാരണം ട്രംപാണ് ഇത്രയും നാൾ ഉടൻ യുദ്ധം എന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പടക്കപ്പലുകളും വിമാനങ്ങളും ഒക്കെ അമേരിക്ക കളത്തിലിറക്കിയത്. പക്ഷേ ഇവിടെ ഇറാൻ കൃത്യമായ മറുപടി കൊടുത്തുകൊണ്ട് കരാറിലെ വ്യവസ്ഥകൾ ഇതൊക്കെ ആയിരിക്കണമെന്ന് മുന്നോട്ട് വെച്ചുകൊണ്ട് അത് പ്രാഥമികമായി അമേരിക്കയെ കൊണ്ട് അംഗീകരിപ്പിക്കുന്ന വിധത്തിൽ അടുത്ത ചർച്ച വിയന്നയിൽ നടക്കട്ടെ എന്ന് അമേരിക്കയെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് അമേരിക്കയ്ക്ക് ഇതിൽ എതിർപ്പുണ്ടെങ്കിൽ ഇനി ചർച്ച വേണ്ട, യുദ്ധം തുടങ്ങാം എന്ന് ട്രംപിന് പറയാമായിരുന്നു. പക്ഷെ ട്രംപിനെ പോലും ട്രാപ്പിൽ വീഴ്ത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ട്രംപിനെ കൊണ്ട് പോലും ഇറാൻ്റെ ആവശ്യങ്ങൾ അംഗീകരിപ്പിച്ചുകൊണ്ട് ട്രംപിനെ ചുരുട്ടിക്കൂട്ടി എടുത്തിരിക്കുകയാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ജനീവ ചർച്ചയിൽ എന്ന് പറയാൻ സാധിക്കും. അതായത് അമേരിക്കയുടെ വെല്ലുവിളികൾ, അവരുടെ അധികാര മനോഭാവം, അവരുടെ സാമ്രാജ്യത്വ അധിനിവേശ താല്പര്യങ്ങൾ, അല്ലെങ്കിൽ ഇറാനെ എന്നേക്കുമായി ഇല്ലാതാക്കാനുള്ള അവരുടെ നയതന്ത്ര നീക്കങ്ങൾ, അവരുടെ സമ്മർദ്ദ തന്ത്രങ്ങൾ ഒന്നും വിലപ്പോയില്ല ജനീവ ചർച്ചയിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ട്രംപ് തന്നെ പറഞ്ഞു, ജനീവ ചർച്ചയിൽ ഇറാൻ ഞങ്ങൾ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഞങ്ങൾ യുദ്ധം നടത്തും, ആക്രമണം നടത്തുമെന്നാണ് ട്രംപ് പറഞ്ഞത്. അതേ ട്രംപിൻ്റെ പ്രതിനിധി ഈ ചർച്ചയിൽ വെന്തുരുകുന്ന കാഴ്ചയാണ്, ഉരുകിയൊലിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഞാനത് ആലങ്കാരികമായി പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല. അതുപോലെ ഇറാന് വഴിപ്പെടുകയാണ്. ഇറാൻ പറയുന്നതൊന്നും സ്വീകാര്യമല്ലെങ്കിൽ ഈ ചർച്ച ഇവിടം കൊണ്ട് തീർന്നേനെ, അടുത്ത ചർച്ചയിലേക്ക് പോകേണ്ടി വരില്ലായിരുന്നു. എന്ന് മാത്രമല്ല, ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി പറഞ്ഞത് ചർച്ചയിൽ നല്ല പുരോഗതിയുണ്ട്, ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്നാണ്. അതായത് ഇറാൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുന്നു, ഇറാൻ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ വീണ്ടും ചർച്ച ചെയ്യാൻ അമേരിക്ക സന്നദ്ധത പ്രകടിപ്പിക്കുന്നു. അതുകൊണ്ട് ഇറാൻ്റെ വിദേശകാര്യമന്ത്രിക്ക് സന്തോഷമുണ്ടാകും, പുരോഗതി ഉണ്ടെന്ന് അദ്ദേഹം പറയും, അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് അദ്ദേഹം ചിന്തിക്കും. അത് ഇറാന് ഫേവറബിളായിട്ട് ഈ ചർച്ചകൾ മാറുന്നു. അതായത് ഇനി യുദ്ധം ചെയ്യാൻ അമേരിക്കയെ അനുവദിക്കില്ല, ഇവിടെ തളച്ചിടുകയാണ്, അമേരിക്കയെ തളച്ചിരിക്കുകയാണ്. ഇനി ട്രംപിന് ഒറ്റ വഴിയേ ഉള്ളൂ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറാൻ്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്ത്
ആ നിലയ്ക്ക് ഈ കരാർ അങ്ങ് ഉറപ്പിക്കുക. അല്ലാതെ വേറൊരു വഴിയും അമേരിക്കയ്ക്ക് മുന്നിൽ ഇല്ലാതായിരിക്കുന്നു. ഇറാനെ തീർക്കാൻ ഇറങ്ങിയവർ ഒടുവിൽ ഇറാനെ പരിപോഷിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് ജനീവ ചർച്ച കഴിഞ്ഞുള്ള റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം.